ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അസർബൈജാനിൽ നിന്നുള്ള പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ബാക്കുവിൽ നിന്ന് കുബ പറഞ്ഞ സ്ഥലത്തോട്ടും കുബയിൽ നിന്ന് ഷഹദാവ് പറഞ്ഞ സ്ഥലത്തോട്ടും പോകുന്ന വീഡിയോ ആണ് ബ്ലോഗായിട്ടിട്ടിരിക്കുന്നത്. കുബയിലോട്ട് പോകുന്ന വഴി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ ഈ കച്ചറസ് ഫോറസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളവിടെ നിർത്തിയില്ല, ടൈം കുറവായതുകൊണ്ട്. പക്ഷെ ഇവിടെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസും റീൽസൊക്കെ എടുക്കാം. അതുപോലെ ചായയും പിന്നെ അസർബൈജാനത്തെ കുറച്ച് ലോക്കൽ ഫുഡൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കുവിൽ നിന്ന് 2 hours ഡ്രൈവ് എടുക്കും കുബ പറഞ്ഞ സ്ഥലത്തോട്ട്. കുബയിൽ നമുക്ക് എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ വില്ലേജ്, പിന്നെ അവിടുത്തെ ടൗൺ, പിന്നെ അവിടുത്തെ ലാൻഡ്സ്കേപ്പൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പോയത് ഒരു സ്ഥലത്ത് മാത്രമാണ്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സ്നോ കവേർഡായ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസായിട്ട് ഇപ്പോൾ സിപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ടൈമിൽ, അതായത് വിൻ്റർ അല്ലാത്ത ടൈമിൽ ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ഏരിയാസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ കാണാം ചെറിയ കോഫി ഷോപ്പുകളും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റും അതുപോലെ ഹട്ടൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സമ്മർ ടൈമിൽ ഇവിടെ ബോട്ടിംഗ് നടക്കുന്ന ഏരിയയാണ് ഈ കാണിക്കുന്നത്. വിൻ്റർ ആയതുകൊണ്ട് അവിടെ ഫുള്ളി സ്നോ കവേർഡാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിനി പോകുന്നത് ഷഹദാവിലോട്ടാണ്. കുബയിൽ നിന്ന് 1 hour ഡ്രൈവ് ഉള്ളൂ ഷഹദാവിലോട്ട്. അപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുബയും കൂടി വിസിറ്റ് ചെയ്യണം. അല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് ബാക്കുവിൽ നിന്ന് ഷഹദാവിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഏകദേശം 3 hours ഡ്രൈവ് എടുക്കും. അസർബൈജാനിലെ കുസാർ ഡിസ്ട്രിക്റ്റിലാണ് ഷഹദാവ് മൗണ്ടൻ റിസോർട്ട് ഉള്ളത്. അസർബൈജാനിലെ തന്നെ ഫസ്റ്റും അതുപോലെ ലാർജസ്റ്റുമായ സ്കീ റിസോർട്ടാണ്. അസർബൈജാനിൽ മെയിനായിട്ട് 2 സ്കീ റിസോർട്ടാണ് ഉള്ളത്.
ഒന്ന് നമ്മൾ നേരത്തെ പോയ ഗബാലയത്തെ തുഫന്താഗ് മൗണ്ടൻ റിസോർട്ടും അതുപോലെ പിന്നെ ഇവിടുത്തെ ഷാദാവ് റിസോർട്ടും. ഷാദാവും ഗബാലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഏതെങ്കിലും ഒരു സ്ഥലം മാത്രം നിങ്ങൾക്ക് കാണാൻ ടൈമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാദാവ് ചൂസ് ചെയ്യാം. ഗബാലയിനെക്കാട്ടിയും ആക്ടിവിറ്റീസും അതുപോലെ കുറച്ചും കൂടി വൈഡായിട്ടുള്ള ഏരിയയും ഷാദാവാണ്. ഷാദാവിലോട്ട് വരുമ്പോൾ നിങ്ങൾ മിനിമം ഒരു 5 to 6 hours ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കണക്കാക്കിയിട്ട് വേണം വരാൻ. കാരണം ഇവിടെ കേബിൾ കാർ മാത്രമല്ല, റോളർ കോസ്റ്റർ ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ ഇവിടുത്തെ സ്കീ ഷൂട്ടിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലത്തും ടൈം എടുക്കും. ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തന്നെ കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പോകുന്ന വഴിയൊക്കെ നിറയെ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ സമൂസയും ചായയൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഷവർമയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഫുഡിനൊക്കെ നമ്മൾ UAE വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവാണ് കുറച്ച്. നമ്മൾ UAE ദിറംസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് ഫുഡ് ഐറ്റംസ്. ഇവിടെ എന്നല്ല, പൊതുവെ അസർബൈജാൻ ഫുള്ള് ഫുഡിന് കാര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ഫുഡിനും ബാക്കി ഫുഡിനൊക്കെ എക്സ്പെൻസീവാണ്. അവർ ലോക്കൽ ഫുഡിനാണ് പിന്നെയും പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവ്. കേബിൾ കാറിലോട്ട് പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴിയിൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ സ്കീയിങ് നടത്തുന്നത് കാണാൻ പറ്റും. ഇവിടെ പലതരം പാസുകളുണ്ട് കേബിൾ കാറിന്. നമുക്ക് സിംഗിളായിട്ട് പോയിട്ട് വരുന്ന ടിക്കറ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതല്ലാതെ മിഡ് ഡേ പാസ്, ഫുൾ ഡേ പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് മിഡ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹാഫ് ഡേ ഫുള്ള് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എത്ര വട്ടം വേണമെങ്കിൽ കയറിയിട്ട് താഴോട്ട് വരാം. ഫുൾ ഡേ പാസ്സാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ 1 ഡേ പാസ്, 2 ഡേ പാസ്, അങ്ങനെയൊക്കെ ഞാനിപ്പോൾ ഇവരുടെ ഈ സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടു. ഷാദാവ് മൗണ്ടൻ റിസോർട്ട് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇവിടുത്തെ ആക്ടിവിറ്റീസും ഇവിടുത്തെ കേബിൾ കാറിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മളിപ്പോൾ കേബിൾ കാറിലോട്ട് പോവുകയാണ്. കേബിൾ കാർ പറഞ്ഞാൽ ഇവിടെ ചെയർ ലിഫ്റ്റാണ്, ഓപ്പൺ ടൈപ്പാണ്. ക്ലോസ്ഡ് കേബിൾ കാറിനെ കാട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതുപോലത്തെ ഓപ്പണായ ചെയർ ലിഫ്റ്റാണ്. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഈ സ്നോയിൽ കൂടെ ഇങ്ങനെ ഓപ്പണായിട്ട് നമുക്ക് പോകാൻ പറഞ്ഞാൽ അത് നമുക്ക് വൺസ് ഇൻ എ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്നോഫോളും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നേ. പക്ഷേ ഞങ്ങൾക്ക് എന്തുകൊണ്ടോ സ്നോഫോൾ കിട്ടിയില്ല. പക്ഷെ നല്ലൊരു വെതറായിരുന്നു, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നല്ല സണ്ണിയും ആയിരുന്നു, കോൾഡും ആണ്. പക്ഷെ അതുപോലെ നല്ലൊരു വെതറാണ് നമുക്ക് കിട്ടിയത്. നല്ലൊരു വ്യൂ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ നമ്മുടെ ലൈഫിൽ കിട്ടുക പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നടക്കാത്ത ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. പക്ഷെ ഇത് വിൻ്ററിലാണ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. സമ്മറിലും ഓട്ടമിലൊക്കെ ഇതിൻ്റെ വ്യൂ പറഞ്ഞാൽ വേറൊരു വ്യൂ ആണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും.
ഷഹദാഗിലെയും ഗബാലയിലൊക്കെ കേബിൾ കാറും ചെയർ ലിഫ്റ്റിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നമുക്ക് കയറാനും ഇറങ്ങാനും അവർ നിർത്തി തരില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ്മെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് കയറും ചെയ്യണം, അതുപോലെ ഇറങ്ങും ചെയ്യണം. നമ്മളിപ്പോൾ ഷഹദ മൗണ്ടൻ റിസോർട്ടിൻ്റെ മുകളിലാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് നല്ല ചൂട് ബ്ലാക്ക് ടീയും അതുപോലെ നല്ല ഷവർമയും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇവിടെ കിട്ടും. നമ്മളിവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ ഒരു ഏരിയ ഉണ്ട്. അതെനിക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേറെ പലരുട്ട വീഡിയോസിൽ കാണാൻ പറ്റും. മൊബൈൽ നമുക്കങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്യും. അതിന് 1 മന്നത്തെന്തോണ് അതിന് ചാർജ് വരുന്നത്. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ചിരിക്കുമ്പോൾ അവർ ടൈമായി ഇനി താഴോട്ട് പോവാം എന്ന് പറഞ്ഞു. കാരണം അവരവിടെ ഓവർ ക്രൗഡ് ആവാൻ സമ്മതിക്കില്ല. കുറച്ച് ടൈം കഴിയുമ്പോൾ ആൾക്കാരെല്ലാവരോടും താഴോട്ട് പോകാൻ പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ. മെയിനായിട്ട് റോളർ കോസ്റ്റർ. ഇതാണ് റോളർ കോസ്റ്റർ. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ വരികയാണെങ്കിൽ കേബിൾ കാറും റോളർ കോസ്റ്ററും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് എന്തായാലും താഴോട്ട് പോയി നോക്കാം. സ്കീ റിസോർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ റോളർ കോസ്റ്റർ ഉള്ളത്. ഇവിടെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അഡൽറ്റിന് 25 മന്നത്താണ്. നമ്മൾ ഒരു കാറ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതല്ല, ഒരു കാറിൽ തന്നെ 2 ആൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിന് അവർ 40 മന്നത്താണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പെർ ഹെഡ് 20 മന്നത്തേ വരുള്ളൂ. 1 കാർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ട് ഒരാളാണെങ്കിൽ വിശാലമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. മറ്റേത് 2 ആൾ ഇരുന്നിട്ട് നമ്മൾ പോകേണ്ടി വരും. നമ്മളെന്തായാലും അങ്ങനത്തെ 2 കാറാണ് ചൂസ് ചെയ്തത്. 2 പേരുടെ 2 കാറ്. അങ്ങനെ 40 മിനിറ്റിൻ്റെ 2 കാർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏത് ഏജിലുള്ളവർക്കും പോകാം. വളരെ ചെറിയ കുട്ടികൾക്ക് മാത്രമാണ് അവിടെ റെസ്ട്രിക്ഷൻ ഉള്ളൂ. നമ്മളങ്ങനെ ഈ റോളർ കോസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കയറി മുകളിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് താഴോട്ട് വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇടയിൽ ബ്രേക്ക് അമർത്താൻ പറ്റും. പക്ഷേ നമ്മൾ ബ്രേക്ക് അമർത്തുമ്പോൾ ബാക്കിലുള്ളവർ അതിനനുസരിച്ചിട്ട് സ്ലോ ആവുന്നതാണ്.
ഇപ്പോൾ നമ്മൾ മുകളിലത്തെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴോട്ടുള്ള നമ്മുടെ റോളർ കോസ്റ്ററിൻ്റെ റൈഡിലോട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 3 സ്റ്റാർ ഹോട്ടലുണ്ട്. അത്ര വലിയ ഹൈ പ്രൈസൊന്നുമല്ല. നിങ്ങൾക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ റൂം അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ല വ്യൂവും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് രാവിലെ തന്നെ ആക്ടിവിറ്റീസിനോട്ട് പോകാനും പറ്റും. ഞങ്ങളെന്തായാലും ഹോട്ടൽ ഇവിടെ എല്ലാം എടുത്തത്. ഞങ്ങൾ ബാക്കൂൽ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ഇനി ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പാരാഗ്ലൈഡിങ്, അതുപോലെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ സൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. വിൻ്റർ ആയതുകൊണ്ട് ചില ആക്ടിവിറ്റീസൊക്കെ ക്ലോസ് ആണ്. പിന്നെ നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ടൈം കഴിഞ്ഞ് 5 PM വരെ ഉള്ളൂ. 10 to 5 ആണ് ഇവിടുത്തെ വർക്കിംഗ് ടൈം. 5 PM ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു.
അസർബൈജാനിലെ 5th ഡേത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇവിടുത്തെ അസർബൈജാനി ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.